ഇത് നമുക്ക് 75 രൂപ കൊടുക്കാം. 240 കൊടുക്കാം. 240 അപ്പൊ ഫുള്ള് ലോൺ ചെയ്യാം. ഫുൾ ലോണിലും ഉണ്ടാവും, മൈലേജും കിട്ടും, മോഡലും ഉണ്ട്. ഫുൾ ലോൺ അടുത്ത വീണ്ടും നമുക്കൊരു സ്വിഫ്റ്റ് തന്നെയാണ്. ഇത് നമുക്ക് ഓഫറിൽ ഒരു പാർട്ടിക്ക് ചെറിയ പൈസ ഫുൾ ലോണിൽ കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. 2.5 ലക്ഷം രൂപ കൊടുക്കാം. വാഗ്നറുകൾ നല്ലൊരു കളക്ഷൻ വരുന്നുണ്ട്. ഒരു 4 വാഗ്നർ വരുന്നുണ്ട്. അത് നമുക്ക് നാല് കളേഴ്സിലാണ് വരുന്നത്. 2,60,60,000 രൂപ ഓട്ടോമാറ്റിക് വണ്ടി, CVT ഓട്ടോമാറ്റിക്, സിംഗിൾ ഓൺഷിപ്പ് വണ്ടി ഫുൾ ലോണിൽ കൊടുക്കാൻ പറ്റും ഓട്ടോമാറ്റിക്കലി. ഡെയിലി യൂസിന് മൈലേജും കംഫർട്ടിന് കംഫർട്ടൊക്കെ നോക്കുന്ന ഒരു ഡീസൽ ഓട്ടോമാറ്റിക്കില് ഒരു അടിപൊളി വാഹനമായിട്ടാണ് വന്നിട്ടുള്ളത്. വീണ്ടും 10 രൂപ കുറച്ചിട്ട് 235 ഫൈനല്, അത് ഓട്ടോമാറ്റിക് വണ്ടി ഫുൾ ആണ് കേട്ടോ. വീണ്ടും നമ്മളൊരു ഓഫർ പ്രൈസ് ആയിട്ടാണ് നമ്മളൊന്ന് വന്നിട്ടുള്ളത്. അതായത് ചെറിയ ബഡ്ജറ്റിൽ സാധാരണ ഫാമിലിക്ക് നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഓൾട്ടോന്റെ ഒക്കെ പ്രൈസിലൊക്കെയുള്ള ഇന്നോവകൾ, വലിയ SUV-കളൊക്കെ നമുക്ക് ഇവിടുന്ന് കൊണ്ടുപോകാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വർക്ക്ഷോപ്പ് കൊണ്ടുപോയി ചെക്ക് ചെയ്ത്, അതല്ല നിങ്ങൾക്ക് അറിയുന്ന മെക്കാനിക്കിനൊക്കെ ആയിട്ട് വന്ന് നിങ്ങൾക്ക് അത്രയും ക്വാളിറ്റി കാര്യങ്ങളൊക്കെ അഷ്യൂർ ചെയ്തിട്ട് മാത്രം എടുത്താൽ മതി. അത്രയും നമുക്ക് ഗ്യാരണ്ടി കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്യുന്ന ഒരു അടിപൊളി ഷോറൂമാണ് റൈഡ് ഓൺ കാർസ്. അപ്പോൾ ലാസ്റ്റ് ഡേ നമ്മൾ ഇതാവണ ചെറിയ 2 സംതിങ്ങിനൊക്കെ നമുക്ക് ഓർജിയ കേരള ഇന്നോവ ഉണ്ട്. അതേപോലെ ചെറിയ ബഡ്ജറ്റ് ഇന്നോവകളുണ്ട്. അപ്പോൾ അതേപോലെ 7 സീറ്ററുകൾ, അതേപോലെ തന്നെ ചെറിയ വാഹനങ്ങളൊക്കെ നോക്കുന്നവർക്ക് നല്ലൊരു ബെസ്റ്റ് ഷോറൂമാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെയുള്ള നിസാർക്ക വരി, നമുക്ക് ഓഫർ പ്രൈസിൽ അത്യാവശ്യം നല്ല വാഹനങ്ങളുണ്ട്. ചെറിയ വണ്ടികൾ ഇതൊക്കെ നമുക്ക് ഇഷ്ടമുള്ള മെക്കാനിക്കിനെ കൊണ്ടോ ഷോറൂമിലൊക്കെ കൊണ്ടുപോയി ചെക്ക് ചെയ്തിട്ട് ആളെ കൊണ്ട് ചെക്ക് ചെയ്യാൻ അവനാൻ ഇഷ്ടമുള്ള വർക്ക്ഷോപ്പ് കൊണ്ടുപോയി നോക്കാനോ അതിനൊക്കെ അവിടെ സൗകര്യങ്ങളുണ്ട്. അപ്പൊ നമുക്ക് ഇഷ്ടപ്പെട്ട് നിങ്ങൾക്ക് അത്രയും മനസ്സമാധാനത്തോടു കൂടി കൊണ്ടുപോകാന്നുള്ളതാണ് ഏറ്റവും, അതും ചെറിയ പ്രൈസിൽ. അപ്പൊ ഫസ്റ്റ് തന്നെ ഒരു ഇയോണ് പൊട്ടിച്ചാണ് കൊടുക്കാം. നല്ല അത്യാവശ്യം നമുക്ക് SUV നോക്കി ഒരു വർക്കും ചെയ്യിക്കാനില്ല. അത്യാവശ്യം ടയേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഒരു 18-20 മൈലേജും കിട്ടും. ഇന്ത്യയിലൊക്കെ നോക്കി നിങ്ങൾ നല്ല ക്വാളിറ്റി ലെതർ സീറ്റ് കവേഴ്സ്, AC പവർ സ്റ്റിയറിംഗ് ഒക്കെ വരുന്ന ഒരു അടിപൊളി വണ്ടി അല്ല. ഏതായിരുന്നു മോഡൽ? 2018 മോഡൽ കൂടിയ വണ്ടിയാണ്. നമുക്കൊരു ഓഫർ പ്രൈസിൽ എത്ര രൂപ കൊടുക്കാൻ പറ്റും? 240 അപ്പൊ ഫുൾ ലോണിലും ഉണ്ടാവും, മൈലേജും കിട്ടും, മോഡലും ഉണ്ട്, നല്ല യാത്രാ കംഫർട്ട് കിട്ടുന്ന ഒരു വണ്ടിയാണ്. അപ്പോൾ ചെറിയൊരു പ്രൈസിന് ഒരു മാസം നിങ്ങൾ 5,000-6,000 രൂപ മാറ്റി വെക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു വണ്ടി ഉണ്ടാവും കേട്ടോ. ഇവിടെ നമുക്ക് സ്വിഫ്റ്റുകൾ നല്ല കളക്ഷൻ നമ്മൾ ഏറ്റവും ലോ പ്രൈസിൽ നല്ല അടിപൊളി വണ്ടിയാണ്. 2015 VXi. എത്ര രൂപ കൊടുക്കാം? ഇത് നമുക്ക് ലാസ്റ്റ് ഒരു 340 കൊടുക്കാം. 340 15 മോഡൽ സ്വിഫ്റ്റ്. ഇതൊക്കെ നമുക്ക് അത്യാവശ്യം നമുക്ക് മൈലേജ് കിട്ടുന്ന ഒരു എഡിഷൻ ആണ്. 15 മോഡലിൽ AC പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ കാര്യങ്ങൾ, ഒറിജിനൽ കേരള സെക്കൻഡ് ഓൺഷിപ്പിൽ വരുന്ന വണ്ടിയാണ്. നമുക്ക് ഓഫർ പ്രൈസിൽ അതിൽ നമുക്ക് അലോയ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. 3,40,000 340 ട്രാക്ക് ഉണ്ടെങ്കിൽ ഫുൾ ഓൺ. അടുത്ത വീണ്ടും നമുക്കൊരു സ്വിഫ്റ്റ് തന്നെയാണ്. KL 55 തിരൂർ രജിസ്ട്രേഷൻ ആണ്. 15 മോഡൽ വണ്ടി VDI ആണ് അല്ലേ. ഇത് നമുക്ക് ലോങ് ഡ്രൈവിനൊക്കെ ഒരു 22-24 മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. അത് 15 മോഡല് ഡീസൽ വണ്ടി അല്ല. കിലോമീറ്റർ എങ്ങനെയായിരുന്നു? ഇത് 1,30,000 മേജർ സർവീസ് ടൈം ചെയിൻ ഒക്കെ മാറിയതാണ്. സോ നമുക്ക് ആ എഞ്ചിന് മെക്കാനിക്കലി നമുക്ക് ഫിറ്റ് കൊടുക്കുന്ന വണ്ടി. എത്ര രൂപ കൊടുക്കാൻ പറ്റും? ഇത് നമുക്ക് 3,60,000. ഇത് 360 പൊട്ടിച്ച പ്രൈസ്. ഫുൾ ലോൺ നമുക്ക് ചെയ്യാൻ പറ്റും. ഞാൻ ഇതിന്റെ ഒരു സെഡാൻ ടൈപ്പ് ആണ് നോക്കുന്നതെങ്കിൽ ഇതാണ് നമുക്കൊരു ഡിസയർ വരുന്നുണ്ട്. ഏകദേശം നമുക്ക് ഇതേപോലെ തന്നെ 20 മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. ഡീസൽ വണ്ടിയാണ്. ഇത് ഏതായിരുന്നു മോഡൽ കാര്യങ്ങളൊക്കെ വരുന്നത്? 2012 വണ്ട് VDI ആണ്. 140 ഓടിയിട്ടുണ്ട്. ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് വെറും സിംഗിൾ ഓൺഷിപ്പ് വണ്ടിയാണ്. ഇത്രയും കാലത്ത് നമുക്ക് സിംഗിൾ ഓൺഷിപ്പ് കിട്ടുന്ന വണ്ടിയാണ്. എത്ര രൂപ കൊടുക്കാൻ പറ്റും? ഇത് നമുക്ക് 3 രൂപയ്ക്ക് ഫൈനൽ കൊടുക്കാം. 3 രൂപയ്ക്ക് നമുക്ക് ഫൈനലി ചെയ്യാൻ പറ്റും. നല്ല ഹൈ ക്വാളിറ്റിയിൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള വണ്ടിയാണ്. മോഡലും ഉണ്ട്. അത് നമുക്ക് സിംഗിൾ ഓൺഷിപ്പ് ആണ്. 340 അല്ല ശരി 3 രൂപ അത് ഫുൾ ഓൺ കൊടുക്കാൻ പറ്റില്ല. അടുത്ത നമുക്ക് ഡെയിലി യൂസിന് മൈലേജ് ഒക്കെ കൺസിഡർ ചെയ്യുന്നവർ നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി വാഹനമാണ്. മെയിൻ്റെനൻസ് കുറവുള്ള ഒരു വാഹനമാണ്. ഇത് നമുക്ക് ഇത് നമുക്ക് ഓഫറിൽ ഒരു പാർട്ടിക്ക് ചെറിയ പൈസ ഫുൾ ലോണിൽ കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. 2.5 ലക്ഷം രൂപ കൊടുക്കാം. 2013 ഡീസൽ വണ്ടി 25 കിലോമീറ്റർ മൈലേജ് 25 കിലോമീറ്റർ മൈലേജ് കിട്ടും. നമുക്ക് ഡിഫൻസ് നോക്കുമ്പോൾ മെയിൻ്റെനൻസും കുറവാണ്, നല്ല സ്പേഷ്യസ് ആണ്, ഓഫർ പ്രൈസ് ആണ്. പൊട്ടിച്ചിട്ട് കൊടുക്കാം. അതും ഫുൾ ലോണിൽ ചെയ്യാൻ പറ്റുന്ന ഡീസൽ വണ്ടി. വീണ്ടും നമുക്ക് ലാസ്റ്റ് പാർട്ടിലൊക്കെ നമ്മൾ ഒരു ഫ്ലൂയിഡിക് i20 പരിചയപ്പെട്ടത്. ഇതിന് നമുക്കൊരു ഫ്ലൂയിഡിക് i20 വരുന്നുണ്ട്. 13 മോഡൽ സ്പോർട്സ് ആണ്. സെക്കൻഡ് ഓൺഷിപ്പ് വണ്ടി അല്ലേ. എങ്ങനെയായിരുന്നു? നമുക്ക് KL 11 കാലിക്കറ്റ് രജിസ്ട്രേഷൻ ആണ്. അത്യാവശ്യം നമുക്ക് കമ്പനി അലോയ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഏറ്റവും ടോപ്പിന് തൊട്ട് താഴെയാണ്. സോ നമുക്ക് അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും കമ്പനി ഇൻബിൽട്ട് ആയിട്ട് വരുന്ന ഒരു വാഹനം. എത്ര രൂപ കൊടുക്കാം? 260 കൊടുക്കാം. 2013 ഫ്ലൂയിഡിക് i20 അല്ലേ. അപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡഡ് ആണ്. ടോപ്പിൽ നമുക്ക് ബ്ലാക്ക് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തിട്ടുണ്ട്. ഡോൾട്ടോണൊക്കെ ചെയ്തൊരു വാഹനമാണ്. ഓഫർ പ്രൈസ് നമുക്ക് ഉണ്ടാവും. ഇനി അടുത്ത തവണ ഫസ്റ്റ് ജനറേഷൻ i20 ആണ് വരുന്നത്.
ഇത് ഏതായിരുന്നു മോഡൽ? 2011 മോഡൽ പെട്രോൾ 2011 മോഡലാണ്. നല്ല ഫാൻസി നമ്പർ വരുന്നുണ്ട്. കാഞ്ഞങ്ങാട് രജിസ്ട്രേഷൻ ആണ് വരുന്നത്. അലോയ്സ് കാര്യങ്ങളെല്ലാം കമ്പനി ഇൻബിൽട്ട് ആയിട്ട് വരുന്നുണ്ട്. ഇത് നമുക്ക് എത്ര രൂപ ചെയ്യാം? 1.40 കൊടുക്കാൻ പറ്റും. 1.40 ഓൾട്ടോന്റെ പ്രൈസിലാണ് ഒരു i20 വരുന്നത്. ഒരു ബെസ്റ്റ് പ്രൈസിന് തവണ നമുക്ക് അത്യാവശ്യം നല്ലൊരു ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്ന വണ്ടിയാണ്. ഓഫർ പ്രൈസ് കേട്ടോ. എഗെയിൻ നമുക്ക് വീണ്ടും ഒരു ഫ്ലൂയിഡിക് i20 തന്നെയാണ് വരുന്നത്. i20യുടെ സെക്കൻഡ് ജനറേഷൻ ആണ്. സിൽവർ ഫിനിഷിംഗ് ആണ് വരുന്നത്. 2012 മോഡൽ വണ്ടി. കോഴിക്കോട് കൊയിലാണ്ട് രജിസ്ട്രേഷൻ ആണ് വരുന്നത്. എങ്ങനെയായിരുന്നു മോഡൽ? 2012 മോഡൽ. 12 മോഡൽ ഡീസലാണ്. ഒരു 18-20 മൈലേജ്, നല്ല പെർഫോമൻസ്. സെക്കൻഡ് ഓണറിൽ വരുന്ന വണ്ടിയാണ്. എത്ര രൂപ കൊടുക്കാം? 2.5 ലക്ഷം രൂപ കൊടുക്കാം. 2.5 ലക്ഷം രൂപക്കാണ് നമുക്ക് ഫ്ലൂയിഡിക് i20. മാക്സിമം ഒരു 19 രൂപയ്ക്ക് വണ്ടി ഇറക്കും ചെയ്യാം. വാഗ്നറുകൾ നല്ലൊരു കളക്ഷൻ വരുന്നുണ്ട്. ഒരു 4 വാഗ്നർ വരുന്നുണ്ട്. അത് നമുക്ക് 4 കളേഴ്സിലാണ് വരുന്നത്. ഫസ്റ്റ് തന്നെ ഒരു മെറൂൺ കളറാണ് ഫസ്റ്റ് തന്നെ. അതും KL11 രജിസ്ട്രേഷൻ അല്ല. ഇതേതായിരുന്നു മോഡൽ കാര്യങ്ങൾക്ക്? 2010 പുതിയ പേപ്പർ എടുത്ത് കൊടുക്കും. പുതിയ 5 വർഷത്തെ പേപ്പർ കാര്യങ്ങൾ സെറ്റ് ആയിട്ട് അന്നത്തെ ഏറ്റവും ടോപ്പ് ലോഡ് വണ്ടി VXi ആണ്. സിംഗിൾ ഓണർ വണ്ടി. എത്ര രൂപ കൊടുക്കാൻ പറ്റും? 1.90 സിംഗിൾ ഓണർ ആണ്. പുതിയ 5 വർഷത്തെ പേപ്പർ കാര്യങ്ങൾ ഫിറ്റ് ആയിട്ടുള്ള ടോപ്പ് ലോഡ് വണ്ടി. ഓഫർ പ്രൈസ് കേട്ടോ. ഇനി ഏതാണ് നമുക്ക് അതിന്റെ ഒരു ഫേസ് ലിഫ്റ്റ് വന്നൊരു മോഡലാണ്. ബ്ലൂ ഫിനിഷിംഗ് ആണ്. ഇത് ഏതായിരുന്നു മോഡൽ? 2013 ടോപ്പ് ലോഡ് ആണ്. VXi ആണ്. AC പവർ സ്റ്റിയറിംഗ്, 4 പവർ വിൻഡോ, LXi ആണ്. അപ്പൊ നമുക്ക് ഏറ്റവും ടോപ്പ് ലോഡിന്റെ പിന്നെ മിറർ കാര്യങ്ങളൊക്കെ ആഡ് ഓൺ ചെയ്ത വണ്ടിയാണ്. എത്ര രൂപ കൊടുക്കാൻ പറ്റും? ഇത് നമുക്ക് 2.30 കൊടുക്കാം. 2.30 ഒരു 19 രൂപ വണ്ടി ഇറക്കാൻ പറ്റും. ഞാൻ അതിന്റെ ഒരു വൈറ്റ് ഫിനിഷിംഗിലെ ടോപ്പ് ലോഡ് വണ്ടിയാണ്. ഇത് ഏതായിരുന്നു മോഡൽ? 2013 സിംഗിൾ ഓണർ. 2013 സിംഗിൾ ഓണർ വണ്ടിയാണ്. VXi മാനുവൽ അല്ലേ വരുന്നത്? മാനുവലാണ്. AC പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ, റിയറിൽ വൈപ്പർ കാര്യങ്ങൾ, ഇലക്ട്രിക്കൽ മിറേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്ന വണ്ടിയാണ്. എത്ര രൂപ കൊടുക്കാൻ പറ്റും? നമുക്ക് 2.65 കൊടുക്കാം. 2.65 ഒരു 19 രൂപ വണ്ടി ചെയ്യാം. വൈറ്റ് ഫിനിഷിംഗ് ആണ്. ഞാൻ അതിന്റെ ഒരു കോഫി ബ്രൗൺ ആണ്. സെയിം മോഡൽ, അതേ ജനറേഷനാണ് വരുന്നത്. ഏറ്റവും ടോപ്പ് ലോഡ് വണ്ടിയാണ്. ഇത് സിംഗിൾ ഓണർ ആണ്. കമ്പനി സർവീസ് കാര്യങ്ങളൊക്കെ പക്ക വണ്ടി, ക്ലീൻ വണ്ടിയാണ്. അത്രയും ഗ്യാരണ്ടി 85,000 കിലോമീറ്റർ, 15 മോഡൽ വണ്ടി. സെക്കൻഡ് ഓണർ വണ്ടി. എത്ര രൂപ കൊടുക്കാൻ പറ്റും? 3.25 രൂപ കൊടുക്കാം. 3.25 ഒരു 19 രൂപ വണ്ടി ഇറക്കും. നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ്. ഏറ്റവും ടോപ്പ് ലോഡ്. AC പവർ സ്റ്റിയറിംഗ്, 4 പവർ വിൻഡോ, അതേപോലെ റിയറിൽ വൈപ്പർ, ഇലക്ട്രിക്കൽ മിറേഴ്സ് ഒക്കെ വരുന്നുണ്ട്. അടുത്ത നമുക്കൊരു ഫ്ലൂയിഡിക് വെർണയാണ്. ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക് ഡീസൽ ഓട്ടോമാറ്റിക് വണ്ടി. അത് അത്യാവശ്യം വലിയൊരു വാഹനം. ഒരു ഓഫർ പ്രൈസിന് കൊടുക്കാം. ഏതായിരുന്നു മോഡല്? ഇത് 2013 12 കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു? ഇത് കിലോമീറ്റർ ഓടിയത് 88,000 കിലോമീറ്റർ. ഓട്ടോമാറ്റിക് വണ്ടി. CVT ഓട്ടോമാറ്റിക് ആണ്. അതൊരു പ്രീമിയം സെഗ്മെന്റ് ആയി വന്ന വണ്ടി. എത്ര രൂപ കൊടുക്കാൻ പറ്റും? 2,60,000 കൊടുക്കാം. 2,60,000 രൂപ ഓട്ടോമാറ്റിക് വണ്ടി. CVT ഓട്ടോമാറ്റിക്. മാക്സിമം ഫുൾ ഓൺ തന്നെ ചെയ്യാലോ. അടുത്ത വർഷം അടുത്ത നമ്മൾ ഫേസ് ലിഫ്റ്റ് കാര്യങ്ങളെല്ലാം വന്നിട്ടുള്ള ടാറ്റ ടിയാഗോ. ഒരു അടിപൊളി കളറാണ്. KL7 എറണാകുളം രജിസ്ട്രേഷൻ അല്ലേ? ഓട്ടോമാറ്റിക്. XZ പ്ലസ് ഓട്ടോമാറ്റിക് വണ്ടിയാണ്. അത് നമുക്ക് പെട്രോളില് നല്ല ലോ മെയിൻ്റെനൻസും നല്ല ക്വാളിറ്റി, അതുപോലെ സേഫ്റ്റിയുടെ കാര്യത്തിൽ 4 സ്റ്റാർ റേറ്റിംഗ് ഒക്കെ വരുന്ന വണ്ടി. സിംഗിൾ ഓൺഷിപ്പ് വണ്ടി. ഫുൾ ലോണിൽ കൊടുക്കാൻ പറ്റും ഓട്ടോമാറ്റിക്കില്. എത്ര രൂപ കൊടുക്കാം? 4.40. അത് നമുക്ക് ഫുൾ ലോണിലാണ്. ഓട്ടോമാറ്റിക് വണ്ടി. ഒരു ഓഫർ പ്രൈസിനാണ് കൊടുക്കുക. ഡെയിലി യൂസിന് മൈലേജും കംഫർട്ടൊക്കെ നോക്കുന്നവർ ഒരു ഡീസൽ ഓട്ടോമാറ്റിക്കില് ഒരു അടിപൊളി വാഹനമായിട്ടാണ് വന്നിട്ടുള്ളത്. മാരുതി സുസുക്കി സ്വിഫ്റ്റ്. അത് അതിന്റെ ഈ ഒരു ജനറേഷനിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഇറങ്ങിയൊരു മോഡൽ കൂടിയാണ് ഈ ഒരു കളറില്ല. അപ്പൊ ഡീസൽ ഓട്ടോമാറ്റിക്. അത് സിംഗിൾ ഓണർ വണ്ടിയില്ല. ഏതായിരുന്നു മോഡൽ വരുന്നത്? 2018 മോഡൽ ഡീസൽ ഓട്ടോമാറ്റിക്. എത്ര രൂപ കൊടുക്കാൻ പറ്റും? നമുക്ക് ഫൈനൽ റേറ്റ് 5,50,000. ഫൈനൽ റേറ്റ് ആണ്. അപ്പൊ നമുക്ക് മൈലേജ് ഏകദേശം 10-22 മൈലേജ് കിട്ടും. അത് ഓട്ടോമാറ്റിക് ആണ്, ഡീസൽ ആണ്. ഓഫർ ബേസ് ട്രാക്കിന് ഫുൾ ഓണും ചെയ്യാൻ പറ്റൂല. അടുത്ത നമുക്ക് വീണ്ടും നമുക്കൊരു ഒമ്നി വരുന്നുണ്ട്. ഒമ്നി അത്യാവശ്യം നമുക്ക് ഇതാണ് കൊമേഴ്ഷ്യൽ പർപ്പസിന് അതേപോലെ ഫാമിലി പർപ്പസിന് യൂസ് ചെയ്യാൻ പറ്റുന്ന വണ്ടിയാണ്. ഒമ്നി 2010 വണ്ടിയാണ്. പുതിയ പേപ്പർ ഒക്കെ എടുത്തിട്ടുള്ള വണ്ടി. അത് LPG ആഡർ ആണ് വണ്ടി. 81,000 കിലോമീറ്റർ. എത്ര രൂപ കൊടുക്കാൻ പറ്റും? 1.25 നമുക്ക് പുതിയ പേപ്പറിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. അത് നമുക്ക് LPG ആഡ് ആയിട്ടുള്ള വണ്ടിയാണ് കേട്ടോ. അടുത്തൊരു കിടില i10 ആണ്. ഇതേതായിരുന്നു മോഡൽ കാര്യങ്ങള്? 2011. പുതിയ പേപ്പർ കാര്യങ്ങൾ സെറ്റ് ആയിട്ട് എത്ര രൂപ കൊടുക്കാൻ പറ്റും? 1.30 പുതിയ പേപ്പർ എടുത്തിട്ട് കേട്ടോ. അടുത്തൊരു ഫോർഡ് ഫിഗോ ആണ്. ഇതേതായിരുന്നു മോഡൽ കാര്യങ്ങളൊക്കെ വരുന്നത്? 2012 ഡീസലാണ്. ഒറിജിനൽ കേരള വണ്ടിയാണ്.
1.18 ഈ വാഹനം ഓടിയിട്ടുള്ളത്. എത്ര രൂപ കൊടുക്കാൻ പറ്റും? 95 രൂപയ്ക്ക് ഓഫർ 95 രൂപയ്ക്ക് 18-20 മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. നമുക്ക് ഡീസൽ വണ്ടി 95 രൂപ 95 രൂപയ്ക്ക് കിട്ടാം. അടുത്തൊരു ഓൾട്ടോ 800 ഒരു ഓഫർ പ്രൈസിനാണ്. 2012 മോഡൽ 2012 മോഡൽ വണ്ടി. ഒരു മാസം ഒരു 3000-4000 രൂപ നമ്മൾ മാറ്റി വെച്ചാൽ മതി. ചെറിയൊരു പ്രൈസ് നമുക്കൊരു ഫാമിലിക്ക് നമുക്ക് 18-20 മൈലേജ് കിട്ടുന്ന ഒരു ഓൾട്ടോ 800 12 മോഡൽ വണ്ടി. എത്ര രൂപ കൊടുക്കാം? 1.40. ട്രാക്കിന് 10-20 രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കും ചെയ്യാം. അതൊരു BS6 വേരിയന്റിൽ ഒരു ഓൾട്ടോ 800 ആണ്. ഇതേതായിരുന്നു മോഡൽ? 2020 വണ്ടിയാണ്. ചെറിയ വർക്ക് എടുത്ത വണ്ടിയാണ്. നമുക്ക് 2.5 ലക്ഷം രൂപ ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം. അപ്പൊ മാർക്കറ്റ് പ്രൈസ് നോക്കണേ 3-4 രൂപ വരുന്ന വണ്ടിയാണ്. 3 രൂപ ലോൺ ഇടാൻ പറ്റുന്ന വണ്ടിയാണ്. അപ്പൊ ക്യാഷ് ബാക്കിൽ തന്നെ ഇറക്കാൻ പറ്റുന്ന മോഡൽ കൂടിയ ഒരു വണ്ടിയാണ്. നമുക്ക് പിന്നെ 0 ഡൗൺ പേയ്മെന്റ് അതേപോലെ ക്യാഷ് ബാക്കിൽ ഇറക്കാൻ പറ്റും. എത്ര പറഞ്ഞത്? 2.5 ലക്ഷം രൂപ കൊടുക്കും. 2.5 ലക്ഷം രൂപയ്ക്കാണ് BS6 വണ്ടി കേട്ടോ. അടുത്ത വീണ്ടും നമുക്കൊരു ഓൾട്ടോ 800 ആണ്. ഇത് ഏതായിരുന്നു മോഡൽ? 2013 വണ്ടി. കേരള രജിസ്ട്രേഷൻ ആണ്. എത്ര രൂപ കൊടുക്കാൻ പറ്റൂ? ഇത് നമുക്ക് ഒരു 1.65 കൊടുക്കും. 1.65. ഒരു മാസം ഒരു 5000 ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഒരു 10-20 രൂപ വണ്ടി ഇറക്കും ചെയ്യാം. EMI ഒരു 5000-ന് ചോടെ വരുള്ളൂ അല്ലേ? അപ്പൊ അതുകൊണ്ട് നമുക്ക് ഒറിജിനൽ കേരള വണ്ടിയാണ്. കേരള രജിസ്ട്രേഷൻ വണ്ടിയാണ്. 13 മോഡൽ LXi. അതൊരു സാൻഡ്രോ ആണ്. ഇത് ഏതായിരുന്നു മോഡൽ? നമുക്ക് ഒരു ഓഫറിൽ പഠിക്കാൻ പറ്റുന്ന ആൾക്കാർക്ക് 45 രൂപ കൊടുക്കാം. 45 രൂപയ്ക്ക് സാൻഡ്രോ. ഒറിജിനൽ കേരള വണ്ടിയാണ്. പേപ്പർ ഫിറ്റ് ആണല്ലോ അല്ലേ? 2007 27 പേപ്പറും കാര്യങ്ങളൊക്കെ ഒരു മാരുതിന്റെ പൈസക്കാണ് നമ്മൾ കൊടുക്കുന്നത്. സാൻഡ്രോ വെറും 45 ഫൈനൽ റേറ്റ് കൊടുക്കും. 45 രൂപ ഫൈനൽ റേറ്റ്. അടുത്തൊരു ഡാഡ്സൺ ആണ്. റെഡിഗോ അല്ല? റെഡിഗോ എങ്ങനെയായിരുന്നു മോഡൽ? ഓട്ടോമാറ്റിക് 2018 മോഡൽ ഓട്ടോമാറ്റിക്. ചെറിയൊരു പ്രൈസിന് ഓട്ടോമാറ്റിക് വാഹനം നോക്കുന്നവർക്ക് ബെസ്റ്റ് ഓപ്ഷൻ ആണ്. ഏതായിരുന്നു മോഡൽ? 2018. എത്ര രൂപ കൊടുക്കാൻ പറ്റും? നമുക്ക് 2.45 കൊടുക്കാം. 2.45 2.35 ആക്കാം. 2.35 വീണ്ടും 10 രൂപ കുറച്ചിട്ട് 2.35 ഫൈനൽ. അത് ഓട്ടോമാറ്റിക് വണ്ടി ഫുൾ ആണ് കേട്ടോ. അടുത്തത് റെനോ കിഡ് 18-19 വണ്ടിയാണ്. നമുക്ക് അത് എത്ര രൂപ കൊടുക്കാൻ പറ്റും? ഇത് നമുക്ക് 2.5 ലക്ഷം രൂപ കൊടുക്കും. 2.5 ലക്ഷം രൂപ ഫുൾ ഓൺ ചെയ്യാൻ പറ്റും. അടുത്തൊരു ഇയോൺ ആണ്. ഇത് ഏതായിരുന്നു മോഡൽ കാര്യങ്ങള്? ഇയോൺ. ഇത് ഏതായിരുന്നു മോഡൽ കാര്യങ്ങൾ? 2013 വണ്ടി. എത്ര രൂപ കൊടുക്കാൻ പറ്റും? നമുക്ക് 1.20 കൊടുക്കാം. 1.20 കൊടുക്കാം. ഒരു 10 രൂപ വണ്ടി ഇറക്കും ചെയ്യാം. അടുത്തത് നമുക്കൊരു സ്വിഫ്റ്റ് ഡിസയർ ആണ്. VDI ആണ്. ഡീസൽ വേരിയന്റ് ആണ്. ഏകദേശം 18-20 മൈലേജ് കിട്ടുന്ന വണ്ടി. 2009 മോഡൽ അല്ലേ? പുതിയ പേപ്പർ കാര്യങ്ങളെല്ലാം സെറ്റ് ആയ വണ്ടി. എത്ര രൂപ കൊടുക്കാൻ പറ്റും? 1.40 കൊടുക്കാം. 1.40 ഡീസൽ വണ്ടി കേട്ടോ. ഇനിയാണ് ഫസ്റ്റ് ജനറേഷൻ ഓൾട്ടോ. ഇത് എത്ര രൂപ കൊടുക്കാൻ പറ്റൂ? 2011 മോഡൽ വണ്ടിയാ. 2011 LXi. എത്ര രൂപ? പുതിയ പേപ്പർ 1.15 കൊടുക്കാം. 1.15. വീണ്ടും ഒരു ഓൾട്ടോ ആണ്. 2007 മോഡൽ ഓൾട്ടോ. എത്ര രൂപ കൊടുക്കാൻ പറ്റും? ഇത് നമുക്ക് 75 രൂപ കൊടുക്കാം. 75 രൂപയ്ക്ക് ഓൾട്ടോ. ബീറ്റ് ആണ്. ഡീസൽ ആണ് വണ്ടി. ബീറ്റ്. എത്ര രൂപ കൊടുക്കാൻ പറ്റും? ഇത് നമുക്ക് 70 രൂപ കൊടുക്കാം. 70 രൂപ. 2012 വണ്ടിയാ. 12 വണ്ടി. ഫൈനൽ 70 രൂപയ്ക്ക് ഡീസൽ ബീറ്റ് കേട്ടോ. അതുകൊണ്ട് ഒരു ഓഫർ പ്രൈസ് ഒരു റിഡ്സ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിന്റെ ഹൈലൈറ്റ് എന്നത് ഒരു സ്പെഷ്യൽ എഡിഷൻ വാഹനമാണ്. അതുകൊണ്ട് നമുക്ക് അത്യാവശ്യം നമുക്ക് സ്പെഷ്യൽ എഡിഷൻ്റെ ഒത്തിരി നല്ല ആഡ് ഓൺ ചെയ്തൊരു വാഹനം. റിയറിൽ വൈപ്പർ വരുന്നുണ്ട്. അതേപോലെ അത്യാവശ്യം ടൈസ് കാര്യങ്ങളെല്ലാം വരുന്ന 2010 മോഡൽ ലിമിറ്റഡ് എഡിഷൻ വണ്ടി. എത്ര രൂപ കൊടുക്കാൻ പറ്റും? നമുക്ക് 1.65 ആണ് പുതിയ പേപ്പറിൽ. അതേപോലെ തന്നെ ഇയോൺ ആണ്. നെട്ടിക്കുന്ന പ്രൈസിന് ഓഫർ പ്രൈസിന് മോഡൽ കൂടിയ വണ്ടി. ഫുൾ ഓണിൽ 2 ലക്ഷം രൂപ. 2 ലക്ഷം രൂപയ്ക്ക് അത് ഫുൾ ഓണിൽ കൊടുക്കാം. മോഡലിന്റെ വണ്ടിയാണ്. സോ നമ്മൾ റൈഡ് ഓൺ ലൈന് ലൊക്കേഷൻ മറക്കണ്ട. മലപ്പുറം ജില്ലയിലെ കാക്കഞ്ചേരിയാണ്. കൂടുതൽ ഡീറ്റെയിൽസ് താഴെ കാണാൻ നമ്മൾ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം കേട്ടോ.